ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷയുമായി നിങ്ങളുടെ മുമ്പിൽ ഞാനായിരിക്കുന്നു. ആർക്കും നിരാകരിക്കാൻ കഴിയാത്ത വസ്തുതകൾ പറയുവാനായിട്ടാണ് ഇന്ന് പ്രാർത്ഥനാപൂർവം ദൈവമുമ്പാകെ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നത്. എനിക്കിതുവരെ ലഭിച്ച ആയുസിൻ്റെ പകുതി ഭാഗവും ഞാൻ തിരുവനന്തപുരത്തായിരിക്കുന്നു. ഇനി എത്ര നാള് ഉണ്ട് എന്നുള്ളത് അറിയത്തില്ല. 90-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യം നടുഭാഗം, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. അടുത്ത ഭാഗം കൂടെ വായിക്കാം. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? മോശ എന്ന ദൈവഭക്തൻ ദൈവം വിളിച്ച് നിയോഗം കൊടുത്ത് വേലയ്ക്കാക്കിയ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് എഴുതിയ സങ്കീർത്തനത്തിന്റെ ഭാഗം. അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതം ആയിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ അബ്രഹാം മുതലുള്ളതായിരിക്കുന്ന ആ തലമുറകളെ ആയിരിക്കും ഒരു പക്ഷെങ്കിൽ ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തി നൽകിയിരിക്കുന്നത്. കാരണം മോശയ്ക്ക് ആ യാത്രയും അതിൻ്റെ തുടക്കവും ദൈവത്തിൻ്റെ വിശ്വസ്തതയും കരുണയും ഒക്കെ ഓർക്കുമ്പോൾ, തലമുറ എന്ന് പറയുമ്പോൾ അബ്രഹാമിനെ വിളിച്ച അത് തൊട്ടുള്ളതായിരിക്കുന്ന ഇന്ന് വരെ, അല്ലെങ്കിൽ ഈ സീനായി മരുഭൂമിയിലായിരിക്കുന്ന ഈ നിമിഷം വരെ, ദൈവമേ നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കും, നീ ഞങ്ങൾക്ക് സകലവുമായിരിക്കുന്നു, നിന്റെ വഴികൾ ഞങ്ങൾ ധാരാളം കണ്ടിരിക്കുന്നു. ഇതൊക്കെ മോശയ്ക്ക് ശരിക്കും മനസ്സിലായി കാണും. അതുകൊണ്ട് ദൈവാത്മാവ് പറഞ്ഞു കാണും, ഇങ്ങനെയൊക്കെ എഴുത്, ഇത് നിനക്ക് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നൊക്കെ പറയാനുള്ള സാധ്യതകൾ കാണുവാനായിട്ട് കഴിയും. മോശ അത് എഴുതിയതായിട്ട് നാം വായിക്കുന്നു. മോശയെ പോലെ സൗമ്യനായിരിക്കുന്ന, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ ശക്തമായി പറയുന്ന ഒരു ദൈവഭക്തനെ നമുക്ക് അധികം കാണുവാനായിട്ട് കഴിയുന്നില്ല. മോശയുടെ പ്രാർത്ഥനയായിട്ടാണ് ഇത് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിൻ്റെ 2-ാം ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ പർവ്വതങ്ങൾ ഉണ്ടായി. ഈ പർവ്വതവുമായിട്ട് മോശയ്ക്ക് ധാരാളം വ്യക്തിപരമായിരിക്കുന്ന ബന്ധം കാണും. ഇതൊക്കെ ഞാൻ വചനം വായിച്ച് കുത്തിക്കിരുന്ന് ദൈവത്തോട് ചോദിച്ച കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു മാത്രമേ ഉള്ളൂ. മോശയെ വിളിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. മോശയുടെ ജീവിതത്തിൽ ഈ പർവ്വതങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പർവ്വതങ്ങൾ ഉണ്ടായതിനും, മോശേ നിനക്ക് ഞാൻ അഭിമുഖമായി ധാരാളം അവസരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, അതിൽ ധാരാളം പർവ്വതങ്ങളിൽ വെച്ചുകൂടെയാണ്. അപ്പൊ ആ പർവ്വതത്തിന് പ്രാധാന്യം നൽകുന്നതിനെക്കാട്ടിൽ പർവ്വതത്തെ ഉണ്ടാക്കിയ എനിക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് മോശയ്ക്ക് മനസ്സിലായി. അത് മോശ അംഗീകരിക്കുന്നതായിരിക്കുന്ന വാക്കുകളായിട്ട് ഇതിനെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ കരുണ, ഇതെല്ലാം ഒരു ജീവിതം മുഴുവൻ നന്നായി മനസ്സിലാക്കി, വ്യക്തിപരമായി മനസ്സിലാക്കിയ ദൈവഭക്തൻ, സൗമ്യൻ അല്ല, മറ്റാരെക്കാട്ടിലും കൂടുതൽ നിയോഗം ലഭിച്ച വിക്കനെ കൊണ്ട് ധാരാളം സംസാരിപ്പിച്ച അനുഭവങ്ങളൊക്കെ ഉള്ള ആള് തന്നെയാണ് ഇത് പറയുന്നത്. നാം താഴോട്ടൊക്കെ വരുമ്പോൾ
തുടക്കത്തിൽ തന്നെ ഉണ്ട്, പർവ്വതങ്ങളുണ്ടായി, നീ അനാദിയായും ശാശ്വതമായും ദൈവം ആകും. അബ്രഹാമിനെ പരാമർശിച്ചാണ് തലമുറ എന്ന് പറയുമ്പോൾ, ദൈവമേ നീ അവിടം കൊണ്ട് ആരംഭിക്കുന്ന ഒരാളല്ലല്ലോ, നിനക്ക് ആരംഭം ഇല്ലല്ലോ, നീ അനാദിയായും ശാശ്വതമായും ദൈവം ആയിരിക്കുന്നു. പല ട്രാൻസ്ലേഷൻസ് ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കുകയുണ്ടായി. ഫ്രം എറ്റേണിറ്റി ടു എറ്റേണിറ്റി, ഒരു നിത്യത മുഴുവൻ. ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്. ഈ ഭാഗത്തിന് എനിക്ക് വളരെ മനോഹരമായിരിക്കുന്ന ഒരു പരാമർശം വായിപ്പാനായിട്ടിടയായി. ഞാനതൊന്ന് വായിക്കുകയാണ്. ക്ലാർക്ക് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എഴുതിയതാണ്. ഹയസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ eternity of God to which human language can reach. മനുഷ്യഭാഷയ്ക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായിരിക്കുന്ന വിവരണം ദൈവത്തെക്കുറിച്ചുള്ളത്. ദൈവമേ നീ അനാദിയായും ശാശ്വതമായും ദൈവം ആയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഭവനത്തിൽ ഞങ്ങൾ 4 പേരും ഉണ്ടായിരുന്നു, മോനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭവനത്തിൽ ഇങ്ങനെ ഒന്നിച്ചിരുന്നപ്പോൾ മകൻ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ഡാഡി, തിരുമല സഭയിലെ യുവ സഹോദരന്മാർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അവബോധം മറ്റുള്ള പ്രിയപ്പെട്ട സഭകളെക്കാട്ടിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലവാരമാണെന്ന്. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചറിയുന്ന ആളാണ്. എന്നാൽ എൻ്റെ മകൻ പറഞ്ഞപ്പോൾ അവനും അത് മനസ്സിലായല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവത്തെക്കുറിച്ചുള്ള പഠനം നമ്മുടെ ജീവിതത്തിൽ അനുദിനം അത്യാവശ്യമാണ്. അത് മാറ്റി നിർത്താൻ കഴിയുകയില്ല. ഗതിഭേദത്താലുള്ള ആച്ഛാദനം സംഭവിക്കാത്തവൻ എന്ന് തിരുവഴുത്തിൽ ഒരു വാക്യമുണ്ട്. അതിനെക്കുറിച്ച് ചില മാസങ്ങൾക്ക് മുമ്പ്, ഒരു പക്ഷേ ഒരു വർഷമായി കാണുമായിരിക്കും, ഒരു കോട്ടേജ് മീറ്റിങ്ങിന് ഇവിടെയുള്ള ഒരു യുവ സഹോദരൻ ശുശ്രൂഷിക്കുകയുണ്ടായി. അത്രയും ശക്തമായ സന്ദേശം ഞാൻ അതിനു മുമ്പ് ആ വചനത്തിൽ നിന്ന് കേട്ടിട്ടില്ല. ദൈവത്തെക്കുറിച്ചുള്ള പഠനം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുണ്ടോ എന്നെങ്കിലേ ദൈവത്തെ ആരാധിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. മോശയെ ദൈവത്തോട് ഇത്രയും ദൈവത്തിൻ്റെ ഭക്തനാക്കിയത് ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവാകാനുള്ള സാധ്യത, വ്യക്തിപരമായ അറിവാകാനുള്ള സാധ്യതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവമേ നീ അനാദിയായും ശാശ്വതമായും ദൈവം ആയിരിക്കും. ഇന്നത്തെ ആരാധനയിലും അങ്ങനെയുള്ള ചിന്തകൾ ധാരാളം ലഭിക്കാനായിട്ടിടയായി. ഹൃദയം ദൈവത്തോടടുക്കുവാൻ ക്രൂശിൻ്റെ മുമ്പിൽ ചെന്ന്, കർത്താവേ കൈപൊക്കാനല്ലാതെ ഒന്നും പറയാനായിട്ട് അറിയത്തില്ല എന്ന് പറയുവാൻ കഴിയുന്നതാണ് വാസ്തവത്തിൽ ആരാധന എന്ന് പറയുന്നത്. ഈ ആരാധന എല്ലാവരിൽ നിന്നും ഉണ്ടാകണം. ചാണ്ടപ്പള്ള സഹോദരനെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. എനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ അറിയാം. ചുടനയിലുണ്ടായിരുന്നു, അതിനു മുമ്പ് ഏലപ്പാറ ചപ്പാത്ത് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കുറച്ച് ഹാസ്യ രീതിയിൽ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ അനേകര് സഭായോഗങ്ങളിൽ വന്ന് പല ഓണം ഉണ്ടേച്ചു പോകുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? വന്നോണം, ഇരുന്നോണം, കേട്ടോണം, കഴിച്ചോണം, പൊക്കോണം. ഇങ്ങനെ ഓണം ഉണ്ണുന്നവര് പലരും ഇവിടെയും ഇല്ലേ എന്ന് നിങ്ങൾ തന്നെ ചോദിച്ചാൽ മതി. ഞാൻ സഭായോഗങ്ങളിൽ നിന്നെ സ്തുതിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ ആജ്ഞയാണ്. അത് ഓഡിബിളായിട്ടാ. പാട്ടുപാടാൻ തന്നെ മടി കാണിക്കുന്ന, ഉച്ചത്തിൽ പാടാൻ കഴിയാത്ത, അതിന് ഉത്സാഹമില്ലാത്ത പലരുണ്ട്. എന്നാൽ ചില കുഞ്ഞുങ്ങളൊക്കെ പാടുന്നത് കേൾക്കുമ്പോൾ ഹൃദയത്തിന് ലഭിക്കുന്ന കണ്ടൻമെന്റ് അത് വളരെയാണ്.
വരും ദിവസങ്ങളിൽ പാടി ദൈവത്തെ സ്തുതിപ്പാൻ, സഭായോഗങ്ങളിൽ ദൈവത്തെ നന്നായി പാടി സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, എഴുന്നേൽപ്പാൻ ദൈവം എല്ലാവർക്കും ഇടയാക്കി തീർക്കട്ടെ. ഞാൻ പല കാര്യങ്ങളെല്ലാം പറയുന്നതെല്ലാം പ്രായോഗികമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ആർക്കും നിരാകരിക്കാൻ കഴിയത്തില്ല, ദൈവം മുൻപാകെ കഴിയത്തില്ല. മുട്ടാതർക്കങ്ങളൊക്കെ പറയുവാനായിട്ട് കഴിയുമായിരിക്കും, അത് സാരമില്ല, ദൈവമെല്ലാം അറിയുന്നുണ്ടല്ലോ. അനാദിയായും ശാശ്വതമായും ദൈവം, ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ ജീവിതം ഭൂമിയിൽ അനുവദിച്ചിരിക്കുന്നതും ഈ ദൈവമാണ്. ഞാൻ ഒരു വാക്കൂടെ കടന്നു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ പലരും ഓർക്കുന്ന ഒരാളായിരിക്കും നമ്മുടെ വിഷ്ണു സഹോദരൻ. വിഷ്ണു സഹോദരൻ ഈ ഒടുവിൽ ഇവിടെ ആയിരുന്ന നാളുകളിൽ 2 ബസ് അല്ലെങ്കിൽ 3 ബസ് മാറിയാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്, കേശവദാസപുരത്തു നിന്ന്. അദ്ദേഹം ലേറ്റായി വന്ന് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചില സന്ദർഭങ്ങളിൽ തുടങ്ങുമ്പോൾ വന്നിട്ടുണ്ട്, അല്ലാത്തപ്പോഴൊക്കെ സമയത്തിന് മുമ്പ് വരുമായിരുന്നു. അദ്ദേഹം ഒരിക്കല് ആരാധനയ്ക്ക് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറയുകയുണ്ട്. അങ്ങനെയാണ് തുടങ്ങിയത്: സകല സിദ്ധാന്തങ്ങൾക്കും ആധാരമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ. മലയാളം നന്നായിട്ട് അറിയാവുന്നവർ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. സിദ്ധാന്തം എന്ന് പറയുന്നത് തിയറി. അദ്ദേഹം ഫിസിക്സ് നന്നായി പഠിച്ച സഹോദരനാണ്, മാസ്റ്റേഴ്സ് എടുത്താണ്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുത്താണ്. ഇവിടെ PhDക്ക് അദ്ദേഹം തുടങ്ങിയതാണ്. ഗൈഡ് തുടരാൻ കഴിയാഞ്ഞതുകൊണ്ട് PhD ലഭിക്കാനായി കഴിഞ്ഞില്ല. സകല സിദ്ധാന്തവും, ഒരു സിദ്ധാന്തം ഞാൻ പറയാം, കൊച്ചു പിള്ളേർക്കറിയാം. ഇവിടുന്ന് എൻ്റെ ഈ കയ്യിലിരിക്കുന്ന മൊബൈല് മേളോട്ടെറിഞ്ഞാൽ എത്ര ഊർജം അനുസരിച്ച് അത് മേളിലോട്ട് പോകുമോ ആ ഊർജത്തിന്റെ പരിധി കഴിയുമ്പോൾ അത് താഴെ വീഴും. ഏത് സിദ്ധാന്തമാണ്? ഗുരുത്വാകർഷണ സിദ്ധാന്തം. ഈ സിദ്ധാന്തം ആരാ ഉണ്ടാക്കിയത്? ഞാൻ ഉണ്ടാക്കിയതാണോ? ആദം ഉണ്ടാക്കിയതാണോ? സകല സിദ്ധാന്തങ്ങൾക്കും ആധാരമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ. ആ സഹോദരന് വളരെ സന്തോഷമായിരിക്കുന്നു, മിക്കവാറും വിളിക്കാറുണ്ട്. വർക്ക് പെർമിറ്റൊക്കെ കിട്ടി, ജോലി അധികം വൈകാതെ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ പറയും, അങ്കിളെ ഇന്ന് ഞാൻ ഉപവാസമാണ്, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഒരു വലിയ സഭയിൽ അദ്ദേഹം വളരെ സന്തോഷമായി ദൈവത്തെ ആരാധിക്കുന്നു. ആ സഭയിൽ ഇന്ത്യക്കാരായിട്ട് ഈ സഹോദരൻ കുടുംബം മാത്രമേ ഉള്ളൂ. പിന്നെ സൗത്ത് കൊറിയയിലുള്ള ഒരു കുടുംബം ഉണ്ടെന്ന് പറയും. വലിയൊരു സെറ്റപ്പുള്ള സഭയാണ്, വലിയ സഭയാണ്. അവർക്ക് വലിയ ഹോളുണ്ട്, വലിയ ഗ്രൗണ്ടുണ്ട്, അതിൽ അനേക അക്കോമഡേഷൻ സൗകര്യങ്ങളുണ്ട്. അതിനകത്ത് കഴിഞ്ഞ നാളുകൾ ഒരു റെന്റഡ് ഹൗസിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പഞ്ചാബികളുടെ വീടായിരുന്നു, അത് മാറണമെന്ന് പറഞ്ഞപ്പോൾ സഭക്കാരറിഞ്ഞു. അവരുടെ സഭയിലെ തന്നെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ഈ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തു. ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് പറയാം. കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ പറഞ്ഞു, സഭയിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു, വിഷ്ണു സഹോദരൻ സലൻ സഭയുടെ സ്റ്റുവേർഡ് ആകണമെന്ന് പറഞ്ഞു. അവിടെ സലൻ സഭയിൽ ഭരണം അല്ലെങ്കിൽ പരിപാലനം നടത്തുന്ന 3 പേരാ, എൽഡേഴ്സ്, ഡീക്കൻസ് ആൻഡ് സ്റ്റുവേർഡ്സ്. സ്റ്റുവേർഡ് ആവണം. 6 മാസമായി കാണത്തേ ഉള്ളൂ അവിടെ എത്തിക്കാണും. ദൈവം ഉയർത്തുന്നു, വേലയിൽ വർദ്ധിച്ചു വരുന്നു. ആ സഹോദരനെ കഴിഞ്ഞ നാളുകളിൽ ഈ സലൻ സഭയിൽ അസാധാരണമായി പരിധികൾ വിട്ട് സഹായിച്ച, സ്നേഹിച്ച അനേകരുണ്ട്. അത് പറയാതിരിക്കാനായിട്ട് നിർവാഹമില്ല. ഇനിയും പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവം അത്യുന്നതനാണ്, അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ആ ദൈവത്തിൽ ശരണപ്പെടാം. ആ ദൈവം പറയുകയാണ്, 10-ാം വാക്യം, ഒടുവിലത്തെ ഭാഗം, അത് വേഗം തീരും, വേഗം തീരും. ഇത് ആർക്കും ഇഷ്ടപ്പെടാത്ത ആശയമാണ്. മരണത്തെക്കുറിച്ചാണ് പറയുന്നത്, എല്ലാവരുടെയും മരണത്തെക്കുറിച്ചാണ് പറയുന്നത്, വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും.
ഇന്ത്യക്കാരുടെയും ഏഷ്യക്കാരുടെയും അമേരിക്കക്കാരുടെയും ആരോഗ്യമുള്ളവരുടെയും ആരോഗ്യം കുറഞ്ഞവരുടെയും വിദ്യാസമ്പന്നരുടെയും സ്വാധീനമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും സകലർക്കും മരണമുണ്ട്, എനിക്കും മരണമുണ്ട്. എന്നാൽ എന്നാണെന്നുള്ളത് അറിയത്തില്ല. ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത സമയത്തായിരിക്കും മരണം നമ്മെ കയറി പിടിച്ച് കൊണ്ടുപോകുന്നത്. അതിന് മുമ്പിൽ നോ പറയുവാനായിട്ട് യാതൊരു അവകാശവും ഇല്ല. മരണത്തോട് നമുക്ക് നോ പറയുവാൻ, ഉപാധികൾ പറയുവാൻ ആരെയും ദൈവം അനുവദിച്ചിട്ടില്ല. മരണം, വേദപുസ്തകത്തിലെ ആ വാക്യത്തിന് ഒരുപാട് ആശയങ്ങളുണ്ട്. ഞാൻ ഒരു പരിഭാഷ മാത്രം, സൂൺ കട്ട് ഓഫ്, മരണത്തെക്കുറിച്ച് പറയണ സൂൺ കട്ട് ഓഫ്. ചോദിച്ചിട്ടല്ല, ചോദിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും. അനുവദിച്ചിട്ടല്ല, അനുവദിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും മരണം നമ്മെ കയറി പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് മനുഷ്യകുലത്തിൽ ആർക്കും കഴിയുകയില്ല. മോശ പറയുകയാണ്, അത് വേഗം തീരും. ജീവിതം തീരുന്നതാണ്, വേഗം തീരും, സകല മനുഷ്യരുടെയും തീരും. എത്ര സുരക്ഷിതത്വമുണ്ടെങ്കിലും മരണത്തിന് മനുഷ്യൻ വിധേയനാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന വ്യക്തിത്വങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് എവിടെ വായിച്ചിട്ടുണ്ട്. കഴിഞ്ഞിടയിൽ അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റിൽ ഒരു നല്ല ഭാഗം വെടിയുണ്ട ഏറ്റാ മരിച്ചിരിക്കുന്നത്. കെന്നഡി മരിച്ചിടത്താണെന്ന് തോന്നുന്നു. ഞാൻ പോയി ആ സ്ഥലങ്ങൾ, അവിടെ ആ സ്പോട്ടും ആ വെടിവെച്ച മനുഷ്യന്റെ അയാൾ നിന്ന ആ ബിൽഡിംഗ് ഒക്കെ വലിയ മ്യൂസിയമാണ്, പോയി കണ്ടിട്ടുണ്ട്. മരണം ആരെയും കീഴടക്കും, എത്ര ബലവാനെയും കീഴടക്കും, എത്ര വലിയ മനുഷ്യനെയും കീഴടക്കും. സൂൺ ഇറ്റ് വിൽ കട്ട് ഓഫ്. ഇലക്ട്രിസിറ്റി പോകുന്ന പോലെ ആയിരിക്കും, അപ്രതീക്ഷിതമായിട്ട്. ഇലക്ട്രിസിറ്റി പോയാൽ UPS എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് അല്ലേ, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ അല്ലേ. അതിനും അൺഇൻറ്ററപ്റ്റഡ് അല്ല അത് വാസ്തവത്തിൽ. ശരിക്കും പഠിച്ചാൽ അറിയാം, അതിന് ഒരു ചെറിയ സമയ വ്യത്യാസമുണ്ട്. ശരിക്ക് അതൊക്കെ പഠിച്ചാൽ അറിയാം. അൺഇൻറ്ററപ്ഷൻ ഇല്ല, അവിടെ ഇൻറ്ററപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും മരണം നമ്മയൊക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. അല്പനാളെ ആയുള്ളൂ ഏലിക്കുട്ടി മാമ നമ്മെ വിട്ട് കടന്നു പോയിട്ട്. ആരും പ്രതീക്ഷിച്ചില്ല പ്രിയപ്പെട്ട സഹോദരി ഇത്ര പെട്ടെന്ന് ഈ നിലയിൽ കടന്നു പോകുന്നു. തലേദിവസം വൈകിട്ടും ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരിയോട് അമ്മാമ്മയോട് സംസാരിച്ചതാണ്. ബിപിൻ സഹോദരൻ നന്നായിട്ട് അറിയാം. വെളുപ്പിന് ഒരു 4 മണിയായപ്പോൾ എൻ്റെ മൊബൈല് തിണ്ണയ്ക്ക് കിടക്കുകയായിരുന്നു. അവിടെ കിടന്ന് അടിച്ചു. ഞാൻ എഴുന്നേറ്റ് ബിപിനാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു തോമാച്ചാൻ ഒരു പക്ഷെങ്കിൽ ചുമയുടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് വിളിച്ചതായിരിക്കും. വിളിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയല്ല, അമ്മാമ്മ പോയി. ഇതിനു മുമ്പ് എത്ര പേരുടെ പേര്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരിക. അപ്പോൾ എൻ്റെ ഭാര്യ, അന്ന് എനിക്ക് മൊബൈലായപ്പോൾ പറഞ്ഞു പെട്ടെന്ന് വാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്തോ പറ്റി? നമ്മുടെ എഡിസൺ അച്ചാൻ പോയി എന്ന് പറഞ്ഞു. അവളെ വിളിച്ചു പറഞ്ഞത് യോനാൻ നമ്പറാ സാറാ. സജി എന്തിയെന്ന് ചോദിച്ചപ്പോൾ സജി ജോലിക്ക് പോയിരിക്കാന്ന് പറഞ്ഞു. എഡിസൺ അക്കരയ്ക്ക് കയറിയെന്ന് പറഞ്ഞു. ആരും എഡിസൺ എന്ന് ഈ വാക്കുകളൊക്കെ അന്നേരത്തെ ഇതാണ്. ആരും പ്രതീക്ഷിച്ചില്ല. ചില നാളുകൾക്ക് മുമ്പ് പത്തനാപുരത്തെ ഒരു സഹോദരി, നിങ്ങൾക്ക് പലരും അറിയാം, പ്രസന്ന മാത്യു കലഞ്ഞൂർ, സഭായോഗം കഴിഞ്ഞ് ഭവനത്തിൽ വന്ന് കഴിച്ചേച്ച് കട്ടിലേ കയറി കിടന്നതാണ്. എനിക്ക് ആ സഹോദരി വളരെ അടുത്തറിയാവുന്ന സഹോദരിയാണ്. ഞങ്ങൾ ബാലസംഘത്തിൽ വളരെ അടുത്ത് സഹകരിച്ച ഒരാൾ. അതിനൊരു 2-3 മാസം മുമ്പ് ഒരു സ്ഥലത്ത് വെച്ച് കണ്ട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുകയൊക്കെ ചെയ്തു. പെട്ടെന്ന് മരിച്ചുപോയി. മരണം ആരെയും കയറി പിടിക്കും. എത്ര ആരോഗ്യമുണ്ടെങ്കിലും, എത്ര സ്വാധീനതയുണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും ആരെയും പിടിച്ച് ഇവിടെ നിന്ന് അക്കരയിട്ട് പോകും. മരണം നമ്മെ ഇല്ലായ്മ ചെയ്യുകയല്ല,
ഇവിടെ നിന്ന് അക്കരയ്ക്ക് പോവുകയാണ്. പരേതനെന്ന അല്ലെ പരേത എന്ന് പറഞ്ഞാൽ പരലോകം പ്രാപിച്ചവനെന്നാ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോയി എന്നാണ്. ഈ മരണത്തിന് അധീനരാണ്, വിധേയരാണ് നമ്മൾ എല്ലാവരും എന്നുള്ളത് ഓർക്കണം. എത്ര ശ്രദ്ധിച്ചാലും മരണം നമ്മെ പിടിപ്പാനായിട്ടുള്ളതായിരിക്കുന്ന സാധ്യതകൾ ഉണ്ട്, എല്ലാവർക്കുമുണ്ട്. ഞാൻ പല കാര്യങ്ങൾ വചനത്തോടും എൻ്റെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെടുത്തി മാത്രമാണ് പറയുന്നത്. ഞാൻ പെൻഷനായി, ഇപ്പോൾ പഴയ ആൾക്കാരുമായിട്ട് വളരെ ബന്ധം കുറവാണ്. വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, അങ്ങനെ വിവരങ്ങളൊക്കെ കിട്ടും. എന്നാൽ 3-4 പേരുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട്, മിക്കവാറും ഒക്കെ വിളിക്കും. ഈ കഴിഞ്ഞ ആഴ്ച ഒരാൾ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു ജോലി പിന്നെയും ഞാൻ ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. എന്നെ പോലുള്ള ആളല്ല, ഇച്ചിരി നല്ല വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്ത ആളാണ്. അപ്പോൾ പറഞ്ഞു, ഡൽഹിയിലാണ് പോകുന്നത്, കമ്പനി ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് തരും, ട്രാൻസ്പോർട്ട് തരും, അക്കോമഡേഷൻ തരും, കുറച്ച് ജോലി ചെയ്താൽ മതി, മണിക്കൂറിന് 10,000 rupees ശമ്പളം, അതായത് തരും. മണിക്കൂറിനാണ് ശമ്പളം, 10,000 രൂപ വെച്ച് തരും. സൗകര്യം ഉണ്ടെങ്കിൽ പോകണം, സൗകര്യം ഇല്ലെങ്കിൽ ഒരു മാസം ഒരു പക്ഷേ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ജോലി ചെയ്യത്തുള്ളൂ. അദ്ദേഹം പൈലറ്റ്സിനെ പഠിപ്പിക്കുന്ന ഒരാളാണ്, ഇൻസ്ട്രക്ടറാണ്. അദ്ദേഹത്തെ പോലെ തന്നെ ഉള്ള വേറൊരാളുണ്ട്, അത് ഇവരെല്ലാം കർണാടകക്കാർ, 2 പേര്. ഞങ്ങൾ ഒന്നിച്ച് ഡൽഹിയിലുണ്ടായിരുന്നു. അദ്ദേഹം ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങുക. ഇവിടെ നിന്ന് തിരുമല കറങ്ങുക എന്നുള്ള അത്രയും കറക്കമല്ല, അന്റാർട്ടിക്ക, അങ്ങനെ മനുഷ്യൻ ചെന്നെത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കയറും. അപ്പോൾ അദ്ദേഹം വല്ലപ്പോഴും വിളിക്കും, മഹാബലേശ്വർ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ഞങ്ങൾ സംസാരിക്കും, വളരെ അടുത്തറിയാവുന്ന, അടുത്ത് സഹകരിക്കുന്നവരുള്ളൂ. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, ഞങ്ങൾ ഹിന്ദി സംസാരിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു, ജോർജ് ഐസേ നയ്യേ ഏക് ദിൻ തോ മർ ജായേംഗേ, ഒരു ദിവസം മരിക്കും. ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്ത ഒരു ദിവസം മരിക്കും. അങ്ങനല്ല, വാസ്തവത്തിൽ മർ ജായേംഗേ, ഞാൻ ഇവിടെ നിന്ന് പോകും. ജായേംഗേ എന്ന് പറഞ്ഞാൽ പോകുമെന്ന്. നമ്മളും ഇവിടെ നിന്ന് പോകും. പക്ഷെ പോകാനൊരു സ്ഥലം ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ എൻ്റെ കൂടെ കൊളീഗ്സിനോടൊക്കെ ഞാൻ സുവിശേഷം പങ്കുവച്ചിട്ടുണ്ട്. പങ്കുവെക്കാത്തവരല്ല, എന്നെ അവർക്ക് നന്നായിട്ടറിയാം. അവരാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാലും യേശുക്രിസ്തുവാണ് ദൈവം എന്നുള്ളത് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ഈ കാലത്തൊക്കെ നല്ല ഈ വീഡിയോകളൊക്കെ വരും, ഞാൻ അവർക്കൊക്കെ ഫോർവേഡ് ചെയ്യാറുമുണ്ട്. അതിനോട് അവർ തമ്പിംപ്രഷൻ തന്ന് ശരിയെന്ന് പറയുകയും ചെയ്യും. വിശ്വസിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ഇവിടുന്ന് പോകേണ്ടവരാണ്. പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ കണക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വളരെ ഭയത്തോട് വേണം ജീവിക്കുവാൻ. സകല മനുഷ്യർക്കും ഇത് ബാധകമാണ്. അത് വേഗം വരും. സൂൺ ഇറ്റ് വിൽ കട്ട് ഓഫ്. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ സമയത്തായിരിക്കും. ഇ കെ സാറ് ഷാർജയിൽ ഒടുവിലത്തെ പ്രസംഗത്തിനകത്ത് പ്രത്യാശയെക്കുറിച്ച് പ്രസംഗിച്ച്, അതായിരുന്നു എൻ്റെ ഒടുവിലത്തെ പ്രസംഗമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, മകളോടൊപ്പമായിരുന്നപ്പോൾ. പിന്നെ ആ പ്രിയപ്പെട്ടവന് പിന്നെ പ്രസംഗിക്കാനുള്ള അവസരം ദൈവം ഭൂമിയിൽ അനുവദിച്ചില്ല, കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. ഇത് ആർക്കും സംഭവിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നല്ല മനസാക്ഷിയോടെ, കർത്താവേ, ഒരു ചെറിയ ജീവിതം തന്നു, ഇത് ഞാൻ കർത്താവിന് വേണ്ടി ഉപയോഗിച്ചു, ഞാൻ ദോഷമായിട്ടൊന്നും ചെയ്തില്ല എന്ന് പറയുവാൻ നല്ല മനസാക്ഷിയുള്ളവരായി കർത്താവിനെ സ്നേഹിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. അവൻ്റെ കോപം, ക്രോധം അടുത്ത വാക്യമാണ്. ഇത് മോശ പറയുമ്പോൾ ദൈവകോപവും ദൈവക്രോധവും മോശയ്ക്ക് നന്നായിട്ടറിയാം. മോശ ധാരാളം കണ്ടതാ. വ്യക്തിപരമായിട്ടും ദൈവത്തിന്റെ കോപം മനസ്സിലായി. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത്, നിനക്ക് അങ്ങോട്ട് കയറാനുള്ള അനുവാദം ഞാൻ നൽകുന്നില്ല. ഐ ആം വിഡ്രോയിങ് ദാറ്റ് പെർമിഷൻ. മോശയുടെ സഹോദരി മിരിയാം ദൈവത്തിന്റെ വ്യവസ്ഥിതിക്കെതിരായിട്ട് ദൈവത്തിന്റെ നിയോഗിതനായിരിക്കുന്ന മോശയെ കയറി വിമർശിച്ചപ്പോൾ ദൈവകോപം മിരിയാമിലേക്ക് വന്ന് അവൾ കുഷ്ഠരോഗിയായിട്ട് തീർന്നു. നമുക്കറിയാവുന്ന കാര്യം. അന്യാഗ്നി കത്തിച്ചവരെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ മോശയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. കാളക്കുട്ടിയെ ഉണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. അവിടെ ദൈവത്തിന്റെ മനസ്സിൽ ആർക്കും ലഭ്യം ആയില്ല. ദൈവത്തിന്റെ ശിക്ഷ
ദൈവകോപം, ദൈവക്രോധം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവകോപം, ദൈവക്രോധം അനുഭവിക്കാതിരിക്കുവാൻ, ദൈവഭയത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവസഭയിൽ ആരോഗ്യമുള്ളവരായി, ആരോഗ്യമുള്ള ദൈവിക ശുശ്രൂഷകളിൽ പങ്കാളികളായി വിമർശിക്കുന്നതിനേക്കാട്ടിൽ നല്ലത് ദൈവികമായ നിയോഗങ്ങളെ അംഗീകരിച്ചും ദൈവിക സന്തോഷത്തിൽ നാം വളർന്നും വചനം പഠിച്ചും സഭായോഗങ്ങളിലെ സന്തോഷം അനുഭവിച്ചും കർത്താവിനെ സ്നേഹിച്ചും ഭയപ്പെട്ടും ഈ ചെറിയ ജീവിതം വേഗം തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു ഗാനം ഈയിടെ റീസെൻ്റ്ലി പഠിച്ച അതിൻ്റെ അകത്തെ 2-3 വരികൾ ഞാൻ ഒന്ന് പാടാം. നിങ്ങളാരും കേൾക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അപസ്വരമായി ചിലമ്പിയൻ ജീവിതം ആനന്ദമെന്തെന്നറിയാതെ അവതാളമെന്നും മുഴക്കിയലങ്കോലമായുസിലെങ്ങും അരങ്ങേറി ഞാൻ. അവതാളമെന്നും മുഴക്കിയലങ്കോലമായുസിലെങ്ങും അരങ്ങേറി ഞാൻ. ഒരു നല്ല മ്യൂസിഷ്യൻ, ഒരു ഗാനരചയിതാവ്, മ്യൂസിക് ഡയറക്ടർ എഴുതിയതുകൊണ്ടാണ് ആ വാക്കുകൾ അങ്ങനെ. അവതാളം, ക്രിസ്തീയ ജീവിതത്തിൽ അവതാളം ഉണ്ടാക്കുകയാണോ, അവസരം ഉണ്ടാക്കുകയാണോ? ഇവിടെ ഗാനം പാടുന്നവർക്കും കീബോർഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവർക്കൊക്കെ അറിയാം, അതിനൊരു പ്രത്യേക നിയമങ്ങളുണ്ട്. ആ നിയമത്തിന് വിധേയപ്പെട്ടേ പാടാനായിട്ട് കഴിയത്തുള്ളൂ. പിച്ചുണ്ട്, പിച്ച് തെറ്റിച്ച് പാടാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ആകുമ്പോൾ അത് അവതാളമായി മാറിപ്പോകും, അപസ്വരമായി മാറിപ്പോകും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് നിയമങ്ങളുണ്ട്. ആ സഭാജീവിതത്തിന് നിയമങ്ങളുണ്ട്, കുടുംബജീവിതത്തിന് നിയമങ്ങളുണ്ട്. അത് തെറ്റിച്ചു പോയാൽ അവതാളമാകും, അപസ്വരമാകും. അങ്ങനെ ആകുമ്പോൾ അത് അനേക പ്രിയപ്പെട്ടവരുടെ കർണങ്ങൾക്ക് അത് വലിയ ഭാരമാകും. ആസ്വാദ്യത മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വരാതിരിക്കുന്ന ജീവിതങ്ങൾ, സഭാജീവിതങ്ങൾ, കുടുംബജീവിതങ്ങൾ, വ്യക്തിജീവിതങ്ങൾ നമുക്കുണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. ഞാൻ ഇനിയും അധികം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ദൈവദാസന്റെ ഈ പാട്ട് എഴുതിയ ദൈവദാസനെ നിങ്ങളിൽ പലരും, ചിലർ കണ്ടു കാണും, ചിലർ കേട്ടുള്ളത്. തൃശ്ശൂരിനടുത്ത് പഴഞ്ഞി എന്നൊരു സ്ഥലമുണ്ട്. ആ പഴഞ്ഞിയിൽ കിണർമുക്കെന്നൊരു പ്രത്യേക ഗ്രാമമുണ്ട്. നമ്മുടെ സ്നേഹയുടെ പിതാവ് ഇപ്പോൾ അവൻ്റെ അടുത്താണ് വേല ചെയ്യുന്നത്. അവിടെ ഭക്തവത്സലൻ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം മാവേലിക്കര ജനിച്ച ആളാണ്. അദ്ദേഹം എഴുതിയ പാട്ടാണ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എഴുതിയ പാട്ടാണ്. രക്ഷിക്കപ്പെട്ട ശേഷം അവതാളമായിരുന്നല്ലോ. അതിനു മുമ്പ് അദ്ദേഹം കഥാപ്രസംഗം എഴുതും, പാടും, കഥാപ്രസംഗം ചെയ്യും, അങ്ങനെ നാടകം ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള. അദ്ദേഹം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ അനുഭവമാണ് ആ പാട്ടിനകത്തുണ്ടായത്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. ഒരു രാത്രിയിൽ രക്ഷിക്കപ്പെട്ട ശേഷം തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, അവരും സുവിശേഷ വേലക്കാരായിരുന്നു, വളരെ സാധുക്കളായിരുന്നു. വളരെ സാധുക്കൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ സാധുക്കൾ. പട്ടിണിയൊക്കെ അവരുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു. അദ്ദേഹം കർത്താവിനെ അറിഞ്ഞ ആളോട്ട് പിന്നെ കർത്താവിന് വേണ്ടി ജീവിച്ച് ഈ കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. പഴഞ്ഞിയിലെ ഒരു സ്കൂളിലെ ഒരു ആഘോഷത്തിന് ഈ ദൈവദാസനെ വിളിച്ചായിരുന്നു. ഒരു സാധാരണ സ്കൂൾ. അപ്പോൾ അവിടെ ആ സമയത്തായപ്പോഴത്തേക്ക് ഇദ്ദേഹം വളരെ പ്രശസ്തനായ മനുഷ്യനായിട്ട് മാറി. അപ്പോൾ അവിടെ ആ സദസ്സ് വിചാരിച്ചു, ഇദ്ദേഹം വന്നതല്ലേ, അപ്പോൾ വളരെ സിനിമ സ്റ്റൈലിലുള്ള പാട്ടുകളൊക്കെ പാടി എല്ലാവരെയും സന്തോഷിപ്പിക്കുമെന്ന്. അപ്പോൾ അത് മനസ്സിലായ സദസ്സിന്റെ ഇച്ഛ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന ഒരു ഹെഡ്മിസ്ട്രസിനെ, ആ സ്കൂളിന്റെ ഹെഡ്മിസ്ട്രസിനെ ചെന്നിട്ട് കണ്ടു പറഞ്ഞു, അല്ലയോ ടീച്ചറെ, ഞാൻ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനിയും പാടുകയാണെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിലും കർത്താവിന് വേണ്ടി മാത്രമേ
ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എന്നെ എന്തേലും ഇവിടെ കലാപരിപാടികളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ യേശു കർത്താവിനെ കുറിച്ചുള്ള ഗാനങ്ങൾ മാത്രമേ എനിക്ക് പാടുവാനായിട്ട് കഴിയുകയുള്ളൂ. അദ്ദേഹം എഴുതിയ പാട്ടാണ്, പാട്ടിൻ്റെ ഒരു ഭാഗമാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. പാടുവാൻ എനിക്കില്ലിനീ ശബ്ദം, പാവനനെ നിൻ സ്തുതികളല്ല. പാരിലൻ ജീവിതം തീരും വരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം, പാടിടും ഞാൻ നിനക്കായി മാത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ പാടേണ്ടത് ഈ കർത്താവിനെ കുറിച്ചാണ്. നാം പറയേണ്ടത് ഈ കർത്താവിനെ കുറിച്ചാണ്. നാം പ്രസംഗിക്കേണ്ടത് ഈ കർത്താവിനെ കുറിച്ചാണ്. അങ്ങനെ പാടുവാൻ, അങ്ങനെ പ്രസംഗിക്കുവാൻ, ഈ കർത്താവിനെ മാത്രം പാടുവാൻ നമുക്കിടയാകട്ടെ. ഞാനിനിയും ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. നാം എല്ലാവരും മരിപ്പാനുള്ള ശരീരത്തിലാണ് ജീവിക്കുന്നത്. മരണം കൊണ്ട് കാര്യം അവസാനിക്കുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ മരണം കൊണ്ട് കാര്യം അവസാനിക്കുന്നില്ല. ഭക്തൻ പറയുന്നുണ്ട്, മരണം ലാഭമാണ്. അപ്പോലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മരണം ലാഭമാണ്. പല സ്വഭാവത്തിലുള്ളവരെന്നെ കേൾക്കുന്നുണ്ട്, പല പ്രായത്തിലുള്ളവരെന്നെ ശ്രവിക്കുന്നുണ്ട്. ഈ ജീവിതം കർത്താവിനായി പ്രയോജനപ്പെടുത്തുവാൻ, കർത്താവിനായി ജീവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. 5-6 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാൻ ഈ അടുത്ത നാളുകളിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു സംഭവം കൂടെ പറഞ്ഞു നിർത്താം. കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ചങ്ങനാശ്ശേരിക്ക് അടുത്ത്. ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ പല പ്രിയപ്പെട്ടവർ, സഭയിലുള്ളവർ, ബന്ധത്തിലുള്ളവരൊക്കെ അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. ഞാനും കുടുംബമാണ് പോയത്. അപ്പോൾ ഞങ്ങളുടെ എടശ്ശേരിമല സഭയിലെ ഒരു ചാക്കോ ഫിലിപ്പ്, അല്ലെങ്കിൽ പാപ്പച്ചാൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. വേറെ 2 അമ്മച്ചിമാരുമുണ്ട്. അവരെ കാണാനായിട്ട് പോയി. കണ്ട് ഈ ചാക്കോ ഫിലിപ്പ് അല്ലെങ്കിൽ പാപ്പച്ചാൻ നേരത്തെ ഇവിടെ ഉണ്ട്, സെക്കൻഡറാബാദിലുണ്ടായിരുന്നതാണ്. പിന്നെ പേരൂർക്കട ഉണ്ടായിരുന്നു. പിന്നെ പുത്തങ്കാവിലെത്തി. ഭാര്യ സഹോദരി മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കറുകച്ചാലിൽ ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. നല്ല ഓൾഡ് ഏജ് ഹോമാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 60,000 rupees പെർ മന്ത് റെന്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ, സഭായോഗത്തിന് കൊണ്ടുപോകണമെങ്കിൽ അവർ കൊണ്ടുപോകും, ആശുപത്രി കൊണ്ടുപോകും, അതെല്ലാം എക്സ്ട്രാ പേയ്മെൻറ്റാണ്. നല്ല ഇതാണ്. അപ്പം ഞാൻ ഈ പാപ്പച്ചാൻ്റെ മുറിയിലേട്ട് കയറുകയാണ്. എനിക്ക് ചെറുപ്പം എൻ്റെ പിതാവിൻ്റെ ഏകദേശം പ്രായമുള്ള, നന്നായിട്ട് അന്യോന്യം അറിയണം. ഞാൻ നോട്ടീസൊന്നും കൂടാതെ അങ്ങോട്ട് ചെന്നത്, ചാനയും കാണണം എന്നുള്ള നിലയിൽ ചെന്നു. ഞാൻ ആ മുറിക്കകത്തോട്ട് കയറിയപ്പോൾ ഇത്തിരി അല്ല, ഇതിനെക്കാട്ടി വലിയ 2-3 വലിയ ബുക്കുകളൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുക. ബൈബിളും ഉണ്ട്. അപ്പോൾ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി വചന പഠനമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സജി ഇപ്പം ഈ മുറിക്കകത്താണ് ഞാൻ, എന്നാൽ ഇവിടെ ദൈവം എന്നെ ചില ശുശ്രൂഷകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പം എന്താ അന്നേരം പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ ആരോ പറഞ്ഞു ഞാൻ ഒരു ക്രിസ്തു വിശ്വാസിയാണ്, ദൈവവചനം ശുശ്രൂഷിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ ബോർഡുകാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചാക്കോ ഫിലിപ്പ് സഹോദരൻ അല്ലെങ്കിൽ സാറ് ഈ പ്രായമുള്ളവർക്ക് വേണ്ടി ക്ലാസ് എടുക്കണം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നു. അതുകൊണ്ട് ഈ പ്രായത്തിൽ ഞാൻ ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ എന്നെ നന്നായിട്ട് അറിയാം, എനിക്കും അറിയാം. അപ്പം എന്നോട് ഒടുവിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്നെ കൊണ്ടൊക്കെ എന്തെല്ലാം ശുശ്രൂഷ ചെയ്യിക്കാനുണ്ടോ അത് മുഴുവൻ ചെയ്യിക്കണം. എൻ്റെ ശുശ്രൂഷ തീരുന്ന ആ ദിവസം നീ എന്നെ ഇവിടുന്ന് വിളിക്കണം. എത്ര നല്ല സ്റ്റേറ്റ്മെൻറ്റാണ്. കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം ചെറുപ്രായത്തിൽ തൊട്ടേ, ഞാൻ വളരെ ബാലനായിരിക്കുമ്പോൾ ഈ സെക്കൻഡറാബാദിൽ നിന്ന് എടശ്ശേരി വല്ല വന്ന് വചന ശുശ്രൂഷ ചെയ്യുന്നൊക്കെ എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. നല്ലതായിട്ട് വചന ശുശ്രൂഷ ചെയ്യും. വചനം നന്നായിട്ട് അറിയാം. കല്ലിശ്ശേരി ഭാഗത്തും ചെങ്ങന്നൂർ ഭാഗത്തും കൺവെൻഷനൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാന്നിധ്യം വളരെ സ്വാധീനതയുള്ള ദൈവദാസൻ. മരണം നമ്മെ എപ്പോൾ വേണേ പിടിച്ചുകൊണ്ടുപോകാം. എന്നാൽ കാര്യം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ജീവിക്കുന്ന നാളുകൾ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഇടയാകട്ടെ.
നാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകട്ടെ, സന്തോഷമാകട്ടെ. പ്രശ്നങ്ങളില്ലാത്ത ആരാണ് നമ്മുടെ മധ്യത്തിലുള്ളത്? എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഏത് സഹോദരനോടോ അടുത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവൻ അനുഭവിക്കുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിപ്പാൻ, ഇതിൽ സന്തോഷം കണ്ടെത്തുവാൻ ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള പ്രത്യാശ, ഇതല്ലാതെ മറ്റൊന്നുമില്ല. ഈ ദൈവത്തിൽ തന്നെ ആശ്രയിക്കാം. ഒരു നാൾ നശ്വര ലോകം വിട്ട് നാം പിരിയും. അങ്ങേ കരയിൽ നാം ചെല്ലുമ്പോൾ നല്ല ദാസനെ, വിശ്വസ്തനെ, ദൈവസഭയ്ക്ക് അനുഗ്രഹമായിരുന്നവനെ, ദൈവജനത്തിന് പ്രചോദനമായിരുന്നവനെ എന്നുള്ള ശബ്ദം കേൾപ്പാൻ, ദൈവസന്നിധിയിൽ നേരെ നിൽപ്പാൻ, കർത്താവെ, എനിക്ക് വലിയ കഴിവുകളൊന്നും ഭൂമിയിൽ വെച്ച് ലഭ്യമല്ലായിരുന്നു. ഉള്ള കഴിവൊക്കെ ഞാൻ ദുരാദായം ചെയ്തിട്ടില്ല. നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ചെറിയ വേലകൾ, സഭാഗോളിൻ്റെ ജനലുകൾ തുറക്കുക, അടയ്ക്കുക, മാത്രമല്ല സഭായോഗങ്ങളിൽ ഉപേക്ഷയായി വിചാരിക്കാതെ ഞാൻ പങ്കെടുത്തു. അവിടെ പറയുന്ന വചന പഠനങ്ങൾ, അവിടുത്തെ സംഗീതം, അവിടുത്തെ കോട്ടേജ് മീറ്റിങ്ങൾ, അവിടുത്തെ ആരാധന, അതിലൊക്കെ എന്നാലാവോളം ഞാൻ പ്രയോജനപ്പെടുത്തി നിന്റെ നാമത്തെ ഉയർത്തി എന്ന് പറയുവാൻ ദൈവം നമുക്കിടയാക്കി തീരട്ടെ. ഒരു നാൾ നശ്വര ലോകം, ഈ ലോകം വിട്ട് നാം പിരിയും. പിന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം എത്തും. കണക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. സജിയും കൊടുക്കണം. ഇപ്പോൾ ശുശ്രൂഷിച്ചതിൻ്റെ കണക്കും കൊടുത്തേ പറ്റത്തുള്ളൂ. എത്ര മനസാക്ഷിയോടാണ് നീ അത് പറഞ്ഞതെന്നുള്ളതിൻ്റെ കണക്കും കൊടുത്തേ പറ്റത്തുള്ളൂ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാനായിട്ട് കഴിയത്തില്ല. നാം ചെയ്യുന്നത് നല്ലതാകലും തീകതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകും. ഈ ലോകജീവിതം വേഗം തീരും. ഈ തീരുന്ന നാളുകളിൽ കർത്താവിനെ സ്നേഹിപ്പാൻ, ഭയപ്പെടുവാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ, സഹോദരവർഗങ്ങൾക്ക് ഗുണകാംക്ഷികളായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവെ വരണമെന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.